ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചെരിഞ്ഞതിന് പിന്നാലെ ആരോപണങ്ങൾ ഉയർന്നു. പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന് ആനക്കോട്ട അധികൃതർ അറിയിച്ചു. ഇതിനിടെയാണ് ആനക്കോട്ടയിൽ തിങ്കളാഴ്ച ചെരിഞ്ഞ കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നത്. സംഭവത്തിൽ ആനയുടെ 2-3 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തു. സെപ്റ്റംബർ 9 രാത്രി 10-നായിരുന്നു സംഭവമുണ്ടായതെന്ന് പറയുന്നു. ആനയുടെ 1-ാം പാപ്പാനെ നിർത്തി മറ്റ് പാപ്പാന്മാരെ മാറ്റിയിരുന്നുവെന്നും പുതിയ പാപ്പാന്മാരും അവർക്ക് സഹായത്തിനായി പുറമേ നിന്നുള്ള ചിലരും ചേർന്നാണ് ഭേദ്യം ചെയ്തതെന്നുമാണ് ആരോപണം. പാപ്പാന്മാർ ആനയുടെ അടുത്ത് ചെന്ന് മർദ്ദിക്കുന്നത് കണ്ട ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിവരം ആനക്കോട്ടയിലെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2-ാം പാപ്പാൻ ജി ഗോകുൽ, 3-ാം പാപ്പാൻ KS സത്യൻ എന്നിവരെയാണ് അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സസ്പെൻഡ് ചെയ്തത്. 26-ന് ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗ തീരുമാനപ്രകാരമായിരുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഫെബ്രുവരിയിൽ കൊയിലാണ്ടി കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ കൂട്ടാനയുടെ കുത്തേറ്റ ആനയാണ് ഗോകുൽ. 1.5 മാസത്തോളമായി ഗോകുലിനെ പുറത്തേക്ക് അയക്കാറില്ല. ചികിത്സ തുടരുന്നുണ്ടായിരുന്നു. ഒരാഴ്ചയായി തീറ്റയെടുത്തിരുന്നില്ല. ഒറ്റക്കൊമ്പനാണ് ഗോകുൽ. തെങ്ങ് വീണാണ് വലതുകൊമ്പ് മുറിഞ്ഞുപോയത്. ഫൈബർ കൊമ്പ് പിടിപ്പിച്ചായിരുന്നു എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോയിരുന്നത്. ആനയോട്ടത്തിൽ പലതവണ ജേതാവായിരുന്നു. കൊമ്പൻ ഗോകുൽ ചെരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആനപ്രേമി സംഘം പ്രസിഡന്റ് KP ഉദയൻ ആവശ്യപ്പെട്ടു.